ഉച്ചയ്ക്ക് ചോറും കറികളും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റൈസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ വെള്ളമൊഴിച്ച് കഴുകി 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞ് വയ്ക്കണം. 1 കപ്പ് റൈസിനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. അതിലേക്ക് ചതച്ച വെളുത്തുള്ളി 1.5 ടീസ്പൂൺ ചേർക്കുക. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ചതച്ച് അതും ചേർക്കുക. ഇനി ഒരു കൈപ്പിടി അളവിൽ മല്ലിയില എടുത്ത് അതും ചതച്ച് ചേർക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. നന്നായി ചൂടായി കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ഒരു 2 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ ഇതുപോലെ വഴറ്റി കൊടുക്കണം. നന്നായി വഴന്ന് നല്ല മണമൊക്കെ വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള 1 കപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. സവാളയൊക്കെ നിറം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. തക്കാളി വേഗത്തിൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇപ്പോൾ ചേർത്തത് കേട്ടോ. അപ്പോൾ ചേർത്ത ഉപ്പിൻ്റെ അളവ് നമ്മൾ നോക്കിയിട്ട് വേണം അവസാനം നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇനി ഇതിലേക്ക് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കാം. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് പനീറാണ്. ഞാൻ 100 ഗ്രാം പനീർ ഡൈസായി കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം ചെറുതായി കട്ട് ചെയ്തതോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതെങ്കിലും ചേർക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പനീർ ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പനീർ പെട്ടെന്ന് കലിച്ചു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുക്കുക. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. തക്കാളി ചേർക്കുന്ന കറികളിൽ പഞ്ചസാര അല്പം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അത് വേണ്ടാത്തവർക്കാണെങ്കിൽ അത് ചേർക്കാതിരിക്കാം. ഇപ്പോൾ പനീറിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു തക്കോലം ചേർത്ത് കൊടുക്കാം. 2 ഏലക്കയും 2 കഷ്ണം പട്ടയും ഒരു 5 ഗ്രാമ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പതിയെ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മീഡിയം സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ലൈറ്റായിട്ട് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം. അരി ഫ്രൈ ആയി വരുന്നതോടൊപ്പം സവാളയും നല്ലതുപോലെ ഫ്രൈ ആകും.
ഈ സവാള നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും അരി നല്ലതുപോലെ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലക്ക് ചീര പേസ്റ്റ് ആക്കിയത് ചേർക്കാം. നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി റൈസുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് റൈസാണ് 2 കപ്പ് വെള്ളം ചേർക്കുക. അപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഇനി മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ നല്ലതുപോലെ വേകുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീർ മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. സോസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. വളരെ ഹെൽത്തിയാണ് ഈ പനീർ കറി. ഇത് നമുക്ക് ചപ്പാത്തിക്കും ഉപയോഗിക്കാം കേട്ടോ. ഇനി പനീർ മസാലയുമായിട്ട് ഈ റൈസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീല് റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് എവിടെയെങ്കിലും പ്രത്യേകിച്ച് പോകാനുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തിരക്കുള്ള സമയത്ത് ഇതുപോലെ ചോറുണ്ടാക്കിയെടുത്ത് കഴിച്ചിട്ട് പോകാം. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ കറി ഒന്നും വേണ്ട. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്